അതായത് വെള്ളൂർ, അവിടെയുള്ള ഒരു സഹോദരിയും സഹോദരനും മലേഷ്യയിലേക്ക് പോയി ഒരു ആക്സിഡന്റ് പെട്ടു, ഒരു ഹോസ്പിറ്റൽ കേസിലൊക്കെ ആയിരുന്നു. അത് ആരൊക്കെയോ വാട്സപ്പിലൊക്കെ ഇട്ടിട്ട് ആ പെണ്ണ് മരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മെസ്സേജ് ചെയ്ത് വലിയ ഫിസിനായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യും. മരിക്കാത്തവരെ പേര് മരിച്ചെന്ന് പറഞ്ഞാൽ എന്താ പിന്നെ അവസ്ഥ? പിന്നെ കാണുന്നവർ മുഴുവനും ഫോട്ടോ എടുത്ത് വിടാം. ഞാൻ കണ്ടില്ല, മലേഷ്യയിലുള്ള സുഹൃത്തുക്കൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു അങ്ങനെ പറയണം. നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു വോയിസ് മെസ്സേജ് അയച്ചു, ദയവുചെയ്ത് വിഷയം പറയണം. ആൾക്കാർ ഈ ആക്സിഡന്റ് നടന്ന അങ്ങനെ പകർത്തി, ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിടാൻ പറ്റുന്നല്ലോ. വീഡിയോസ് ആക്സിഡന്റിന്റെ ഇതില്ല, തല മനുഷ്യന് നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ, വളരെ വൾഗറായിട്ടുള്ള വിഷയങ്ങളൊക്കെ മനുഷ്യന്റെ മനസ്സ് പെടക്കണയാക്കി കാഴ്ചയൊന്നും ഫോട്ടോ എടുത്ത് വിടാൻ പാടില്ല. ആ ചെയ്യാൻ വേണ്ടി പറയാ, ഒരാൾ ആക്സിഡന്റ് ആയി ട്രെയിനിന്റെ ഉള്ളിൽ കുടുങ്ങി, എന്തായിരിക്കും മയ്യത്തിന്റെ അവസ്ഥ, അതൊക്കെ എടുത്തൊരുത്തർ ഫോട്ടോ വിടുക. നിങ്ങളുടെ സെറ്റിൽ അങ്ങനെ ഗ്രൂപ്പ് ഇമെയിൽ ചെയ്യാൻ പറ്റാനോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോർവേഡ് ചെയ്യാനോ സൗകര്യം എന്ന് വിചാരിക്കുക. ഇങ്ങനെ മനുഷ്യന്മാരുടെ കോലങ്ങളൊന്നും വിടരുത് ദയവ് ചെയ്തിട്ട്. അങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് വാർത്തകൾ ഉണ്ടാക്കണ്ട. ആർക്കത് വേണ്ടത്? ദ്വാ ചെയ്യാൻ വേണ്ടി പറയാം. മനുഷ്യന്റെ ശരീരത്തിന്റെ ഹുർമത്തില്ലേ, ആ ഹുർമത്ത് പാലിക്കണ്ടേ? വികൃതമായ രീതിയിൽ ആക്സിഡന്റ് ഒക്കെ നടക്കുമ്പോൾ അങ്ങനെ മയ്യത്തിന്റെ ഫോട്ടോ ഒക്കെ മോസ്റ്ററിൽ നിന്ന് ഇവരെടുത്ത് വിടുക. അങ്ങനെയൊന്നും ചെയ്യരുത് ദയവ് ചെയ്തിട്ട്. മനുഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുക, അങ്ങോട്ട് വിടുകയാണ് ഫോട്ടോ വിടുക. എനിക്ക് കിട്ടി, ഞാൻ എക്സ്ക്ലൂസീവ്. ആരൊക്കെ ഇവിടെ മത്സരം? മനുഷ്യന്റെ ഇജ്ജത്തില്ലേ, മനുഷ്യന്റെ ശരീരത്തിന് ഇജ്ജത്തില്ലേ, ഒരാൾക്കൊരു അഭിമാനമില്ലേ? ഈ പെണ്ണിന്റെ വിഷയം ഹോസ്പിറ്റലിൽ പോയവരൊക്കെ ഫോട്ടോ എടുത്ത് വിടാന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ പാടില്ല ദയവ് ചെയ്ത്. മരിക്കാത്തവരെ മരിച്ചു എന്ന് പറയാൻ റോങ് മെസ്സേജോ റൂമറുകൾ സ്പ്രെഡ് ചെയ്യിക്കുക, അതൊക്കെ വളരെ വളരെ ഹീനസ് ആക്ട്. യു ഷുഡ് നെവർ ഡു ഇറ്റ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈ വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക, വെറുതെ എന്ത് ചെയ്യരുത്, ഇത്തിരി പ്രസാദം വലിച്ചെടുക്കുക. അതൊക്കെ ഭയങ്കര കുറ്റകരമാണ്. അത് ഏത് വീഡിയോ ആകട്ടെ. ഇപ്പൊ ഈ വാട്സപ്പൊക്കെ ഉള്ള കാലമായതുകൊണ്ട് എന്ത് വീഡിയോ അപകടപ്പെടുത്തുന്ന ഭയങ്കര ഭീകരമായ പല വീഡിയോസും വിടും. അതൊക്കെ കാണുന്ന മനുഷ്യന്റെ ഹൃദയം പൊട്ടിപ്പോകും. അതൊന്നും അങ്ങനെ ഫോർവേഡ് ചെയ്യാനുള്ളതല്ല. ആരെങ്കിലും ഇട്ട് വേഗം ഡിലീറ്റ് ചെയ്തോ, അതൊന്നും ഫോർവേഡ് ചെയ്യണ്ട. കാണുന്നവർ മുഴുവൻ അയച്ചു കൊടുക്കുക. അതിൽ പലതും മനുഷ്യരെ പച്ചക്ക് തലയെറുത്ത് കൊല്ലുന്നത് വരെ മനുഷ്യന്മാർക്ക് വീഡിയോ വരുന്നില്ലേ? ഇത് കാണാനും പാടില്ല, കൊടുക്കാനും പാടില്ല, ആർക്കും അയച്ചു കൊടുക്കാനും പാടില്ല. ചെയ്യുന്നത് വളരെ കുറ്റകരമാണ്. ആരത് വീഡിയോ എടുത്താലും. പിന്നെ കുറ്റം ചെയ്യുന്നവർ ആരൊക്കെ ഇത് ഫോർവേഡ് ചെയ്യുന്നുണ്ട് അവരൊക്കെ കുറ്റക്കാരാണ്. അങ്ങനെ ഭീകരമായ കാഴ്ചകൾ ഉണ്ടാവും. പല അഡ്വഞ്ചർ ലോകത്ത് നടക്കും, ഭീകരമായി പേടിപ്പെടുത്തുന്ന പല കാഴ്ചകളും. നമ്മുടെ ഡൽഹിയിൽ ആ കുട്ടി ആ വീണ് കിടന്ന ആ മൃഗത്തിന്റെ മുമ്പിൽ കിടന്ന സംഭവം വരെ, അതൊക്കെ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അധമത്വമല്ലേ? ഒരു കുട്ടിക്ക് ജീവൻ രക്ഷിക്കേണ്ട സമയത്ത് ഫോട്ടോ എടുത്ത് വീഡിയോ വെച്ചിരിക്കുക മനുഷ്യന്മാര്. അതുകൊണ്ട് ഫോർവേഡ് ചെയ്യുക. എന്താണ് ഭീകരമായ രംഗം? ഒരു മൃഗത്തിന്റെ മുമ്പിൽ വെച്ച് ആർക്കാണത് കാണേണ്ടത്? അത് കേട്ടാൽ തന്നെ ഭീകരല്ലേ? ആർക്കാണത് കാണാനുള്ള ധൈര്യമുള്ളത്? ദുആ ചെയ്യേണ്ട വിഷയം ദുആ ചെയ്യണം. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രം എഴുതി വെക്ക്. ടൈപ്പ് ചെയ്യാൻ പറ്റൂല, നീ ഒന്നും ചെയ്യണ്ട. ഫോട്ടോകളും വീഡിയോകളും വിടരുത്. മനുഷ്യനെ വേദനിപ്പിക്കുന്ന, മനസ്സ് പൊട്ടിക്കുന്ന സംഗതികൾ ചെയ്യരുത് ദയവ് ചെയ്തിട്ട്. എല്ലാവരും മനസ്സിലാക്കണം, ഇതൊക്കെ ദുരുപയോഗം ചെയ്യരുത്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാർ.